പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത എന്ന പ്രക്ഷേപണ പരിപാടിയിലൂടെ നമ്മൾ കഴിഞ്ഞ 30 എപ്പിസോഡുകൾ വിദ്യാഭ്യാസ രംഗത്തെ വിരോധാഭാസങ്ങൾ, വിശ്വാസ വഞ്ചനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ തൽക്കാലം അതിനൊരു മാറ്റം വരുത്തിയിട്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിൻ്റെ കാരണം നമ്മുടെ രാജ്യം വളരെ വലിയ ഒരു ഭരണഘടനാ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പൗരന്മാരെന്നുള്ള നിലയിൽ, രാജ്യത്തെ ജനങ്ങളെന്നുള്ള നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പലരും ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ വിശദമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണക്കാരുടെ, നിയമവിദഗ്ധരല്ലാത്ത എന്നെപ്പോലുള്ള സാധാരണക്കാർ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു, എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളിൽ പലരും 1950 ശേഷം ജനിച്ചവരായിരിക്കും. 1950 ആണ് നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. 1950 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക്കായിട്ട് നമ്മൾ പ്രഖ്യാപിച്ച് ആചരിക്കുന്നത്. അതിനു മുമ്പായി നമ്മൾ ഏതാണ്ട് 10-12 നൂറ്റാണ്ടുകളോളം വിവിധങ്ങളായിട്ടുള്ള വിദേശ ആധിപത്യത്തിൻ്റെ കീഴിൽ, അധിനിവേശത്തിൻ്റെ കീഴിൽ ജീവിക്കുകയായിരുന്നു. അന്ന് നമുക്ക് ഭാരതം എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. നാട്ടുരാജ്യങ്ങൾ, പ്രഭുക്കന്മാരും നാടുവാഴികളും ജന്മികളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശത്തെ, ഒരു രാജ്യത്തെ കുടിയാന്മാരും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചു. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് ചില സങ്കല്പങ്ങളുണ്ടായി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള സമരം നമ്മുടെ നാട്ടിൽ ആസൂത്രണം ചെയ്തു. എത്രയോ കാലം ആ സമരത്തിൽ പങ്കെടുത്തവരവരാൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല. സമരത്തെക്കുറിച്ച് നമുക്ക് കേട്ടറിയുകയുള്ളൂ. നമുക്കത് പങ്കെടുക്കാത്തതുകൊണ്ടും അതിൻ്റെ ക്ലേശങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടും സ്വാതന്ത്ര്യ സമരം എന്നത് ഒരു ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു മാറ്റം, വിദേശാധിപത്യത്തിൽ നിന്ന് നമ്മുടെ പൂർവികർ, നമ്മുടെ മുൻ തലമുറക്കാർ സമരം നടത്തി നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നു എന്നുള്ള ഒരു സാധാരണ ഒരു കഥ പോലെ, ഒരു ചരിത്രം പോലെ നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും, നമ്മൾ അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും, ഇതൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമ്മൾ നേടിയെടുത്തതാണെന്നും അതിൻ്റെ അന്തസ്സത്ത എന്താണെന്നും മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഈ പ്രശ്ന പരിപാടിയിലുണ്ട്. നിങ്ങളൊക്കെ പലരും സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ വായിക്കാനിടയായിട്ടുള്ള പ്രിയാമ്പിളിനെ കുറിച്ച് ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു റീകൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity of and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഇത് ഒരു പക്ഷേ നിങ്ങൾ ഉരുട്ടിട്ടുണ്ടാവും, ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ അന്തസ്സത ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാര്യമായിട്ടൊന്നും ശ്രമിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ ചെയ്യേണ്ടത് മറ്റാരുടെയോ ധർമ്മമാണ്. അതവരൊക്കെ നിർവഹിച്ചോളും. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അവരധികാരം ഏൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സഭയിലേക്ക് അംഗത്വം സ്വീകരിക്കുമ്പോൾ, അസംബ്ലിയിലോ പാർലമെൻറ്റിലോ ഒക്കെ അവർ പറയേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് വലിയ തെറ്റുപറ്റിയത്. ഒരു പൗരൻ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ ആ പ്രിയാമ്പിളിൻ്റെ രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പൗരത്വത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ഭാഗമാണത്. ഈ രാജ്യത്തെ ഒരു പൗരനാകുക, പൗരത്വത്തിലേക്ക് നമ്മൾ കടക്കുന്നു, ഒരു പരമാധികാര രാഷ്ട്രം നമ്മൾ സ്ഥാപിക്കുന്നു. അവിടെ നമുക്ക് നമ്മുടേതായ കടമകളുണ്ട്, അവകാശങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് 75 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 75 വർഷത്തിനിടയ്ക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, പ്രിയാമ്പിളിൽ നമ്മൾ പ്രതീക്ഷിച്ചത്, നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട അവകാശങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ വളർച്ച, നമ്മുടെ നാടിൻ്റെ വളർച്ച, ഇതൊക്കെ ഏത് തലത്തിലെത്തി നിൽക്കുന്നു? നമ്മൾ പ്രതീക്ഷിച്ച വളർച്ചയുണ്ടായോ? അല്ലെങ്കിൽ ആ വളർച്ചയ്ക്ക്, പുരോഗതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ 75 വർഷത്തെ ചരിത്രം, അതിനുമുമ്പുള്ള ചരിത്രവും നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും, പരാമർശിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ വിഷയങ്ങൾ ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടുകൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നമുക്കും നമ്മുടെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും അതുകൊണ്ട് പ്രയോജനം ചെയ്യുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ആ ഒരു ഉദ്ദേശത്തോട് തന്നെയാണ് ഈ സംപ്രേഷണ പരിപാടി, ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിൽ ഈ ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രത്തിൽ താല്പര്യമുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഏതാണ്ട് 10-12 നൂറ്റാണ്ടുകളോളം വിവിധങ്ങളായിട്ടുള്ള ആധിപത്യത്തിനും അധിനിവേശത്തിനും ആക്രമണങ്ങൾക്കും അടിമത്തത്തിനും ഇടയായിട്ടുള്ള ഒരു ജനത വേറെ അധികം ഉണ്ടാവില്ല. എന്നിട്ടും തകരാതെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇന്ത്യ രാജ്യം ഈ കാലഘട്ടങ്ങളിൽ, ഈ നൂറ്റാണ്ടുകളിൽ അനുഭവിച്ച ദുരിതങ്ങൾ, അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, സാംസ്കാരികമായ അധിനിവേശങ്ങളുണ്ടായി, വിശ്വാസങ്ങളും മാറ്റിയെഴുതപ്പെട്ടു. നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയാതെ പോയൊരു ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാര്യമായൊരു ചലനം അതുണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ഒരു രാജ്യഭരണമായിരുന്നു തിരുവിതാംകൂർ രാജ്യം. അവിടെ നമുക്ക് പ്രത്യേകമായ ഒരു ഭരണ സംവിധാനം, രാജഭരണ സംവിധാനം ഉണ്ടായിരുന്നു. രാജാവ്, ദിവാൻമാർ, മറ്റു നാടുവാഴികൾ, അങ്ങനെയുള്ളൊരു കാലഘട്ടം. നേരെ മറിച്ച് അത് കൊച്ചിക്ക് വേണ്ടതുപോലെയായിരുന്നു. മലബാറാണെങ്കിൽ ബ്രിട്ടീഷ് മലബാർ എന്നുള്ളൊരു പ്രോവിൻസായിട്ട് മദ്രാസ് പ്രോവിൻസിൻ്റെ കീഴിൽ അങ്ങനെ മലബാർ പ്രദേശം അങ്ങനെയായിരുന്നു. മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ചേർന്ന് 1956 നമ്മുടെ കേരള സംസ്ഥാനം രൂപീകൃതമായി. നമ്മളെ സംബന്ധിച്ച് ഈ സാമൂഹ്യ മാറ്റങ്ങളൊന്നും നമ്മുടെ ജീവിതത്തെ കാര്യമായിട്ട് ബാധിച്ചില്ല. വടക്കേ ഇന്ത്യയിലും തമിഴ്നാട്ടിലും അല്ലെങ്കിൽ മൈസൂർ, കർണാടകത്തിൽ, ഇപ്പോഴത്തെ കർണാടക, അന്നത്തെ മൈസൂർ, ഇവിടെയൊക്കെ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിൽ നടന്ന സംഭവങ്ങൾ, രാജ്യത്തിൻ്റെ വിഭജനം, പലായനങ്ങൾ, കുടിയേറ്റങ്ങൾ, ആളുകളുടെ ദുരിതം, ഇതൊന്നും നമ്മളെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. മലയാളിയെ കാര്യമായിട്ട് ബാധിക്കാത്തത് കൊണ്ട് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും നിലപാടും മനോഭാവമൊക്കെയാണ് മലയാളിക്കുള്ളത്. മലയാളിയുടെ മാത്രമായിട്ടുള്ള കാര്യമല്ല. ഇന്ത്യ രാജ്യം പൊതുവായിട്ടെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ വന്നു, വിഭജിക്കപ്പെട്ടു അല്ലെങ്കിൽ അസ്തമിച്ചു. അവിടെ പുതിയ പുതിയ ഭരണക്രമങ്ങളുണ്ടായി, പുതിയ പ്രത്യയശാസ്ത്രങ്ങളും പുതിയ മതവിശ്വാസങ്ങളും ഒക്കെ അവിടെ വന്നു കടന്നുപോയി. എങ്കിലും ഇന്ത്യ ഒരു വലിയ രാജ്യം, മഹാരാജ്യമായിട്ട് നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ഉള്ള ഒരു രാജ്യം, ലോകത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ ഏതാണ്ട് 3ാമത്തെ സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഒരു രാജ്യം. ലോക മാനവ വിഭവശേഷിയുടെ കാര്യത്തിൽ നമ്മൾ മറ്റ് ഏത് രാജ്യത്തോടും കടപിടിക്കുന്ന ഒരു സ്ഥിതി, ഇതൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും 142 കോടി ജനങ്ങൾ, ഇപ്പോഴത്തെ കണക്കാണത്, അവർക്കൊക്കെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ, അവസരങ്ങൾ ഒരുക്കുന്നതിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന് വലിയ കാരണങ്ങളുണ്ട്. മറ്റ് അനേകം രാജ്യങ്ങളെ പോലെയല്ല, ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസ സംഹിതകൾ, സിദ്ധാന്തങ്ങൾ, തത്വങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ഭാഷ, വിഭിന്നങ്ങളായ ഭാഷ, വിഭിന്നങ്ങളായ സംസ്കാരം, ആഹാര രീതികൾ, ആ കൂട്ടത്തിൽ ഇത് പറഞ്ഞാൽ ലോകത്തിൽ ഉള്ളതെല്ലാം ഇന്ത്യയിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലില്ലാത്തത് ഒന്നും ലോകത്തിലില്ല എന്ന ഒരു രീതി നമുക്കതിനെ കാണാൻ കഴിയും. അത് ഭൂപ്രകൃതിയിലാണെങ്കിലും മനുഷ്യജീവിതത്തിൽ എല്ലാം, ലോകത്ത് കാണുന്ന എല്ലാ പ്രതിഭാസങ്ങളും, ഭൂപ്രകൃതിയാകട്ടെ കാലാവസ്ഥയാകട്ടെ എല്ലാം നമുക്ക് ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യം നിലനിർത്തണം എന്നുള്ളൊരു വലിയ ദൗത്യം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കടമകൾ ശരിക്കും നിർവഹിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ പോരാളിക നമ്മുടെ പൊതുജീവിതത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ ഏതാണ്ട് 10-12 നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ടിട്ടുള്ള ഒരു ജനത, അവരുടെ വിശ്വാസം, അവരുടെ സംസ്കാരം, അവരുടെ ജീവിത രീതി, അവരുടെ പ്രതിബദ്ധതകൾ, അവരുടെ രാഷ്ട്രത്തോടും സമൂഹത്തോടുള്ള മനോഭാവങ്ങൾ, അപ്പോൾ ഇതിലെല്ലാം ഒരു വലിയ ടാസ്ക്കാണ്. അതായത് ഇതൊക്കെ ഇതിലെ ഒരു ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായൊരു ദൗത്യമാണ്. ദേശീയ ഉദ്ഗ്രഥനത്തെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ട്, നമ്മൾ ക്ലാസ്സുകളിൽ കേട്ടാറുണ്ട്. അപ്പോൾ അതൊരു ദേശീയത എന്ന് പറയുമ്പോൾ മറ്റു ദേശങ്ങൾക്കെതിരല്ല. അപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യ കണ്ടെത്തൽ എന്നൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അത് വായിക്കാനായിട്ട് ആളുകൾ ശ്രമിക്കുക. ഈ രാജ്യം എന്തായിരുന്നു, എന്താകണം, എങ്ങനെയാകണം, അതിന് നമുക്ക് ഓരോരുത്തർക്കും എന്ത് പങ്ക് വഹിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള ശ്രമം നമ്മൾ തുടരണം. ഈ എപ്പിസോഡിൻ്റെ 1ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.